എങ്ങനെ നമുക്ക് തന്നെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്ട്രെസ്സിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ ഒരു കൗൺസിലറിനെ സമീപിക്കും, ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ, സൈക്യാട്രിസ്റ്റിനെ, സൈക്കോതെറാപ്പിസ്റ്റിനെ, ചിലപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കും. ഓക്കെ, ഇങ്ങനെ പല പല മെത്തേഡുണ്ട് നമുക്ക് ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ സിസ്റ്റർ, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഒരു കാറ്, ഈ കാറ് കുഴികളിലും ഗട്ടറിലും ബമ്പിലും ഒക്കെ കയറി ഇറങ്ങി മലയും കുന്നും ഒക്കെ കയറി പോവാണ്. അപ്രതീക്ഷിതമായി വണ്ടി സ്റ്റോപ്പായ എന്ത് ചെയ്യും? ഡ്രൈവർ എന്നെ ചെയ്യും, ഉടനെ എഴുതവേ വിളിച്ച് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഉടനെ തന്നെ കാറ് പൊക്കിയെടുത്ത് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യോ? അല്ല, പുള്ളി നല്ലൊരു ഡ്രൈവറാണെങ്കിൽ ആദ്യം പുള്ളി അത് ഓഫ് ചെയ്തിടുന്നു അല്ലേ, എന്നിട്ട് ഇറങ്ങി പുള്ളി പ്രശ്നം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ വണ്ടി ഓക്കെ ആവില്ലേ, എടുത്തുകൊണ്ട് പോകുന്നു. ഇനി അടുത്ത് എന്നാ ചെയ്യണ? പ്രശ്നം രൂക്ഷം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാകാൻ പറ്റുന്നില്ല. ഉടനെ എൻ്റെ പ്രിയപ്പെട്ട ഈ മേഖലയെ ബന്ധപ്പെട്ട കൂട്ടുകാരെ വിളിക്കുന്നു, ചിലപ്പം കൂട്ടുകാർ വന്ന് സഹായിക്കുന്നു, സെറ്റാകും. രണ്ടാമത്തെ ഓപ്ഷൻ, ഞാൻ നോക്കി ശരിയായില്ല, കൂട്ടുകാരെ നോക്കി ശരിയായില്ല. ഓക്കെ, ഇനി അടുത്ത കൈ ഈ കമ്പനിയുടെ സർവീസ് സെൻറ്ററിൽ വിളിച്ച് നമ്മൾ അതിൻ്റെ എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് ശരിയാക്കുന്നു. പ്രശ്നം സോൾവ്. ഇതുപോലെ തന്നെ ലൈഫിൽ വിചാരിക്കുക. ഇപ്പം ചില സാഹചര്യങ്ങൾ നമ്മൾ മതി ഹാൻഡിൽ ചെയ്യാൻ.